ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BW വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഗായ്സ് വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്, സന്തോഷിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഫൈനലി ഇപ്പോൾ ഞാനും വാരുന്നില്ലുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒറ്റക്കായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്, നമ്മൾ ഒറ്റക്കായി കഴിഞ്ഞാൽ ഫുഡ് മുഖ്യമാണല്ലോ. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് മന്തി ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് മന്തി ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് ചുറ്റുവട്ടത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് പറമ്പിൽ തെങ്ങ് കയറാണ്ട്. അപ്പോൾ അതിന് ആളെ കിട്ടായിട്ട് ഒരു വലിയൊരു വിഷയമായിരുന്നു. പക്ഷേ എങ്കിലും ആളെ കിട്ടിയിട്ടുണ്ട്, ഒരു ബംഗാളിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾ 2 മണിക്ക് വരും. അപ്പോൾ ഇപ്പോൾ 1 മണിയായി സമയം. അപ്പോൾ കുറച്ച് നേരം വൈകി, എന്തായാലും മന്തി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കൂടുതലും പറഞ്ഞു ഏൽപ്പിക്കുന്നില്ല. നമ്മുടെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കിടിലനായി പൊളിക്കാം, പൊളിച്ചടക്കാം, അടിച്ച് തിമിർക്കാം. ഓക്കെ, അപ്പോൾ നേരെ വ്ളോഗിലോട്ട് പോകാം. നമ്മുടെ വർക്കോർത്ത് ഗ്രില്ല് തുറക്കാൻ വേണ്ടി കാത്തുക്കട്ടെ കാഴ്ച. ഒരു കൂട്ടം ആൾക്കാർ കണ്ടല്ലേ ഫുഡിന് വേണ്ടി കാത്തുകയാണ്. നമ്മുടെ ക്യാറ്റ്സ് ആട്ടത്, നമ്മുടെ പൂച്ചക്കുട്ടികൾ. ഹലോ ഗായ്സ്, എല്ലാവർക്കും BW വേൾഡിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്ന് കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനും വാരും കൂടിയിട്ട് ഞങ്ങൾ രണ്ടാളും ഒറ്റക്കായ കാരണം ഞങ്ങൾ ഫുഡ് ഇങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ഏതെങ്കിലുമൊക്കെ ഫുഡുകൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ ചെയ്യുന്നതാവും. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ മന്തിയിലാണ് പിടിക്കണത്. അപ്പോൾ ഞങ്ങൾ കൂടുതലും പറഞ്ഞു കേൾപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം ഗായ്സ്. ഞാൻ അപ്പോൾ ആരോടൊന്ന് വിളിക്കട്ടെ കേട്ടോ, വിളിക്കാൻ വേണ്ടി പോവാണ്. ആരിഷേ, ആരോടെ? ആ, നീക്കടാ. അപ്പോ ആര്യോ, നമുക്ക് തുടങ്ങിയാലോ? മന്തി ഉണ്ടാക്കിയാലോ? സെറ്റല്ലേ? എന്താ പറയാനുള്ള എനിക്ക്? നമ്മള് ഒറ്റക്കായോണ്ട് എങ്ങനെയുണ്ട് ജീവിതം? ഫുഡ് ഉണ്ടാക്കാനുള്ളതൊക്കെ നമ്മൾ തന്നെ നോക്കണം അല്ലേ? എല്ലാം എന്നുണ്ടെങ്കിൽ ടാസ്ക്കാണ്. അപ്പോൾ നമ്മള് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ മന്തി സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇവിടുന്നാണ്ട് ഫുള്ള് പിടിപ്പിക്കാൻ പോവാണ്. എല്ലതും ഉണ്ടാക്കും. അപ്പൊ ട്രൈ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്നാ മന്തിക്ക് പോലെ മന്തി ഉണ്ടാക്കാൻ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം 1 കിലോന് മന്തി എടുത്തിട്ടുണ്ട്. മന്തി റൈസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ സെല്ലാ ബസ്മതിയാണ് 1 കിലോ. അപ്പൊ ഇവിടെ എടുത്ത് റെഡിയാക്കി വെക്കുക. അടുത്തതായിട്ട് നമുക്ക് ഞങ്ങള് പാല് കേടന്നുണ്ടാവില്ല, കിടന്നുണ്ടാവോ? പിന്നെ പിരിഞ്ഞേ അത് ശ്രദ്ധിക്കണം. അപ്പോ ഞാൻ തൈരാക്കാം. വേഗം തൈര് മേടിച്ചു. അടുത്തതായിട്ട് സൺഫ്ലവർ ഓയിൽ എടുക്കുക. സൺഫ്ലവർ ഓയിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. മുളക്, അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ റെഡിയാക്കണം. അതായത് ഇത് നമുക്ക് പേസ്റ്റ് ആക്കണം. അതുപോലെ വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കേണ്ടതുണ്ട്. അപ്പം മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ ബേ ലീഫ്, ഏലക്കായ, അതുപോലെ തന്നെ മറ്റേ മൈക്ക, പിന്നെ അതുപോലെ പെരിഞ്ചീരകം, പിന്നെ പട്ട, പിന്നെ നമ്മൾ ഉണക്കനാരങ്ങി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ മാഗി ക്യൂബ്, പിന്നെ അരി, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചും അരക്കണം. നമുക്ക് അരി എടുക്കാൻ അത്ര വലിയ പിടുത്തം ചേട്ടാ, കാരണം 1 കിലോ അരി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര അരി എടുക്കേണ്ടിന്ന് വലിയൊരു ധാരണയില്ല. അപ്പൊ നമുക്ക് ജെമിനിയോട് ചോദിക്കാം. അപ്പൊ നമ്മൾ അരി ഇടാൻ വേണ്ടിട്ട് പാത്രം കഴുകുകയാണ് അല്ലേ? പാത്രം നല്ല വൃത്തിയിൽ കഴുകി കൊടുക്കണം. നമ്മള് വൃത്തി മസ്റ്റാട്ട കായ്സ്. വൃത്തി മസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വൃത്തി ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കലില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് നല്ല വൃത്തിയിൽ പാത്രം കഴുകുക. എന്നിട്ട് നമുക്ക് 100 ഗ്രാം അരി എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ജെമിനി. അപ്പൊ നമ്മൾ 3 കപ്പ് എടുക്കാനുള്ള പ്ലാനിലാണ്. നമ്മളെ അരി പൊട്ടിച്ചിട്ട് മെഷറിംഗ് കപ്പ് ഇതാ. ഇതില് നമ്മൾ 1 കപ്പാണ് എടുക്കാൻ പോണത്. 1 കപ്പല്ല, 3 കപ്പ് എടുക്കാം. നമുക്ക് ഒരാൾക്ക് 100 ഗ്രാം എന്ന് പറയുമ്പോ 1 കപ്പ്, ഈ 1 കപ്പാണ് കണക്ക്. അപ്പോ അങ്ങനെ 3 കപ്പാകുമ്പോ 2 ആൾക്ക് ഉള്ള ചോറും പിന്നെ
നമുക്കൊന്ന് എക്സ്ട്രാ തിന്നാനും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. 2 കപ്പ് മതിയാവൂല്ലേ? 3 കപ്പ് തന്നെ എടുക്കാം. 3 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് തോനെ കഴിക്കണമെങ്കിൽ 3 കപ്പ് വേണമല്ലോ. ഇനി നമുക്ക് ഈ അരി ഒന്ന് കഴുകി കുതിർത്താൻ നോക്കാം. നമ്മൾ അരി കഴുകാൻ കേട്ടോ. അരിയൊക്കെ നല്ല വൃത്തിയിൽ നമ്മൾ കഴുകുക. കാരണം അതിൽ ചേറും ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വൃത്തി കഴുകുക. കൊണ്ടിക്കെടുക്കാണ്ട് അരിയിൽ ഓരോ സാധനങ്ങൾ അരിയത്തെ ഓരോരോ കച്ചറകളാണൊക്കെ, കുറിഞ്ചാത്തം പോലത്തെ സാധനങ്ങളൊക്കെ. കുറിഞ്ചാത്തനൊന്നും ഇല്ല, എന്നാലും വേറെ ചെറിയ ചെറിയ സാധനങ്ങൾ. നമ്മൾ ഇഞ്ചി മൊരി കളയാല്ലേ? ഇഞ്ചി മൊരി കളയാണ്ട് ഇനി വെളുത്തുള്ളി ഉണ്ട്, നല്ലതുപോലെ മൊരി കളഞ്ഞു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി നമുക്ക് ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചിക്കൻ ഇതിൽ നിന്ന് എടുക്കണം, കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്തതായി ചിക്കൻ കഴുകുക. നല്ല വൃത്തിയിൽ കൈ കൊടുക്കണം, എന്നാലാണ് ശരിക്കും എഫക്റ്റീവായി കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ചിക്കൻ കഴുകി വെച്ച് ഇനി നമുക്കിതാ നമ്മുടെ അരിയും കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ വെള്ളം വെക്കുക, സ്റ്റവ് പൊടിച്ച് വെക്കുക. നമുക്ക് അതിൽ അരി വേവിക്കാണ്ട് വിടണം. അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു ചെമ്പ് പോലെ എടുക്കുക. ഇതിലാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേവിക്കാൻ പോകുന്നത്. ചിക്കനും ഇതുപോലെയാണ് ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ 2 ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇത് മെയിന്. ഇത് നമ്മൾ അരി തിളപ്പിക്കാം അല്ലേ? അരി തിളപ്പിക്കാനുള്ളത് ഇത് ചിക്കനും ബാക്കിയുള്ളതൊക്കെ വാട്ടാനുള്ള. ഒന്ന് വെള്ളം വെറ്റി വരുമ്പോൾ അതിലോട്ട് ഓയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിലോട്ട് എണ്ണ സൺഫ്ലവർ ഓയിൽ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ചെമ്പിലോട്ട് നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇട്ട് കൊടുക്കണം. ആദ്യമായിട്ട് പട്ട ഇട്ടെടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ബേലീഫ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഏലക്കായി, നമ്മളെടുത്ത് വെച്ച എല്ലാ സംഭവവും ഇതിലോട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വാടി വരണേ അല്ലേ? ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഉണക്കനാരങ്ങ ഇതിലോട്ട് കൊടുക്കുക. നമ്മൾ ഒന്ന് മുറിച്ചിട്ട് ഒന്ന് മറ്റേ അരിയിലും ഒന്ന് ഇതിലോട്ട് കൊടുക്കാൻ പോണത്. നമ്മൾ കൈകി എടുത്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് കൊടുക്കുക. നമ്മൾ കൈക്ക് വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് മാഗി ക്യൂബിൻ്റെ ഒരു കട്ട, നമ്മൾ നേരത്തെ നാരങ്ങട്ട പോലെ തന്നെ ഒരു കട്ട അരിയിലും ഒരു കട്ട ഇതിലോട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം ഉപ്പുണ്ടാവും, പിന്നെ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ചതക്കിയിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉപ്പില്ലേ? ഉപ്പിടണ്ട. ഞാൻ നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് സുറുക്ക വിനീഗർ, ഗ്രേപ്പ് വിനീഗർ കുറച്ച് ലീവ് ഇട്ടിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അറബിക് മസാല കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തായി കുറച്ച് മന്തി മസാല ഇതിലോട്ട് കൊടുക്കുക. കുറച്ച് ചിക്കൻ മസാലയും ഇതിലോട്ട് കൊടുക്കുക. ഒന്നും പാടെ ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമ്മൾ ചിക്കനൊക്കെ ഇതുപോലെ പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നേരെ ഇത് അടച്ചു വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരു 15-30 മിനിറ്റോളം ഇരുന്നിട്ട് ചിക്കൻ ഒന്ന് വേവട്ടെ. അതായിട്ട് നമ്മൾ നേരത്തെ വെച്ച ചെമ്പിലോട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഒരു മാഗി ക്യൂബിൻ്റെ നമ്മൾ ബാക്കിയുള്ള കഷ്ണം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഉണക്കനാരങ്ങയും
ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ അരി പതുക്കെ പതുക്കെ കൈകി കുതിർത്തി വെച്ച അരിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലോട്ട് വെച്ച് കൊടുക്കുക. കാരണം നമ്മുടെ അരിക്കൊക്കെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞ് കടച്ചൊക്കെ ഇതിലോട്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളൊക്കെ വേവിക്കാട്ടിട്ടുണ്ട്. ഇനി കളി വേറെ ലെവല്. അത്ര ഉള്ള ഇനി കളി വേറെ ലെവല്. ചട്നി ഉണ്ടാക്കാണ്ട് നമുക്ക് തക്കാളി ചട്നി. അപ്പം അതിനായിട്ട് കുറച്ച് തക്കാളിയും മുളകും എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ദമ്മ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചട്നിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി, തക്കാളി, മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നേരെ നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. ഈ ഒരു പരുവത്തിൽ മാഷാ അല്ലാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയി കിട്ടിയിട്ട് കിട്ടാ. മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മുടെ മന്തിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാ നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. ഇവിടെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പെരുമാറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ ഒന്ന് ഫുള്ള് നല്ല പക്കാക്കി ക്ലിയർ ആക്കി ഇടണം ആദ്യത്തെ പോലെ തന്നെ. അപ്പൊ നമുക്ക് ദമ്മ് പൊട്ടിക്കാൻ പോകണം. മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാ മാഷാ അല്ലാ. നമ്മള് ചാർക്കോളൊന്നും ഇപ്രാവശ്യം ചെയ്യണില്ല കേട്ടോ ഗായ്സ്. കാരണം നമ്മള് പെട്ടെന്ന് കഴിക്കാനുള്ള മൂടല്ലേ, അതുകൊണ്ടൊന്നും ചെയ്യണില്ല. കുഴപ്പിക്കണമൊന്നുമില്ല. സ്റ്റവ് ഓഫ് ചെയ്യാണ്. മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പൊ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ആര് കാണിച്ചു പൊട്ടിയല്ലേ? ബിസ്മില്ലാ. സൂപ്പർ മന്തി. ഇതാ ഒന്ന് ഇളക്കണം കാണിച്ചു കൊടുക്ക്. ഒതന്റിക് മന്തി നല്ല കിട്ടില്ല ക്രിസ്പി പീസൊക്കെ ആയിട്ടുണ്ടടാ. അതല്ലേ മാഷാ അല്ലാ. നമ്മള് വിളമ്പി കഴിക്കാൻ പോവാണ്. നമ്മള് കഴിക്കായിട്ട് ഇതാ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണീസ് ഉണ്ട്. പിന്നെ അതേപോലെ ചട്നി ഉണ്ട്. നമ്മൾ ഓരോ പ്ലേറ്റിൽ വിളമ്പാൻ പോവാണ്. നമ്മുടെ പീസ് ഉണ്ടല്ലേ. മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പൊ ഗായ്സ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി മന്തി ഉണ്ടായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം കിട്ടില്ലേനായി. മാഷാ അല്ലാ. നല്ല അടിപൊളിയായിട്ട് മന്തി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അടുത്തൊക്കെ ഉണ്ടാക്കാൻ പോയ പരീക്ഷിക്കാൻ പോയാണ്. മന്തിയൊക്കെ ഉഷാറായി കണ്ടല്ലേ. മന്തിയൊക്കെ മാഷാ അല്ലാ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മന്തി ഉണ്ടാക്കി. സംഭവം നല്ല രസമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനിയും ഉണ്ടാക്കും പലതും. അപ്പൊ എല്ലാവരും കമന്റ് ഇടുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഒറ്റയ്ക്കുള്ള ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാലോ വരുമോ. അപ്പൊ ഫുഡിന്റെ കാര്യം മസ്റ്റ് ആണ്. അപ്പൊ ഫുഡ് എന്തൊക്കെ ട്രൈ ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാവരും കമന്റിൽ പറയും. ഓക്കെ.